ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ മേക്കിങ്ങിന്റെ ഒന്നല്ല കേട്ടാ. കുറേ പേർക്ക് ഇപ്പോഴും ഡൗട്ട് ആണ് നമ്മൾ സോപ്പ് മേക്കിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ കുറേ പേര് നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്. പിന്നെ എങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് നമ്മൾ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്യണം, അപ്പൊ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് അതൊരു ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ ബിഗിനേഴ്സിനാണ് ഇങ്ങനത്തെ ഡൗട്ടുകൾ കൂടുതലും വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ കുറെ പേരായി നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും അവരത് മറന്നു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് ലൈക്ക് തന്നോളൂ കേട്ടോ. അപ്പൊ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 kg സോപ്പ് ബേസിൽ നമുക്ക് എത്ര സോപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. 1 kgയിലാണെങ്കിൽ 100 ഗ്രാമിന്റെ 10 സോപ്പും 50 ഗ്രാമിന്റെ ആണെങ്കിൽ 20 സോപ്പാണ് കേട്ടോ മേക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ കറക്റ്റ് നമ്മൾ 1 kg എടുക്കുകയാണെങ്കിൽ 10 സോപ്പ് തികച്ച് കിട്ടില്ല. ഒരു നമുക്ക് 9ാമത്തെ സോപ്പ് കഴിഞ്ഞ് 10ാമത്തെ സോപ്പ് മോഡിലേക്ക് ഒഴിക്കുമ്പോഴേക്കും ഒരു അരമുക്കാ ഭാഗേ കിട്ടുള്ളൂ. അപ്പൊ നമ്മള് മേക്ക് ചെയ്യാനെടുത്ത ആ പാത്രത്തിലൊക്കെ ശകലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങളൊരു 10 ഗ്രാമോ 20 ഗ്രാമോ കൂടുതൽ എടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് 100 ഗ്രാമിന്റെ 10 സോപ്പ് തന്നെ കിട്ടും കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. പ്രിസർവേറ്റീവ് നമ്മൾ ഫ്രഷ് ജ്യൂസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സോപ്പിന് ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സോപ്പിലൊക്കെ ആകുമ്പോൾ കൂടുതലും ഫിനോക്സി എത്തനോൾ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. 1 kgയിലേക്ക് നമുക്കൊരു 5 ml ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഫിനോക്സി എത്തനോള്. അത് നമുക്ക് ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അപ്പൊ പിന്നെ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യാതെ തിളപ്പിച്ചതിന് ശേഷം അതിൽ പ്രിസർവേറ്റീവോട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരിട്ട് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. കറക്റ്റ് അങ്ങനെയാണ് വരിക. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ വേറെ എന്ത് ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നീരുകളായാലും അലോവേറ അങ്ങനത്തെ എല്ലാ ഐറ്റംസിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാം. അതുപോലെ പൗഡർ, എക്സ്ട്രാക്ട് അതൊക്കെ ആഡ് ചെയ്ത് ഓയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ വരുന്ന ചോദ്യമാണ്, നമുക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് എവിടെ കിട്ടുന്നുള്ളത് കേട്ടോ. അപ്പൊ കുറെ പേര് നമുക്ക് ഓൺലൈനിൽ നിന്ന് സോപ്പ് ബേസ് ഒക്കെ മേടിച്ചിട്ട് അവർ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഫുള്ള് കംപ്ലൈന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട് കേട്ടോ. ഇപ്പൊ സോപ്പിന് കട്ടിയില്ല, പതയില്ല, പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോണു, അങ്ങനെയൊക്കെ കുറെ കംപ്ലൈന്റുകൾ നമ്മളോട് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ബേസ് ആണെങ്കിലാണ് എന്താണ് അത് ചെയ്യുന്നതിലുള്ള കംപ്ലൈന്റ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പല ടൈപ്പ് ബേസുകൾ ഉണ്ട്. റേറ്റ് കുറവിന്റെ ബേസ് വരുന്നുണ്ട്, നല്ല റേറ്റ് കൂടുതലുണ്ട്. പ്രീമിയം ക്വാളിറ്റി ബേസ് ആണെങ്കിൽ, SLS3 ആയിട്ടുള്ള ബേസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പലരും റേറ്റ് കൂടുതലിന്റെ മേടിച്ചിട്ടും ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്രയൊക്കെ ഐറ്റംസ് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് കേട്ടോ ഫ്രാഗ്രൻസ് ഓയിൽസും വരുന്നത്. നമുക്ക് നല്ല സ്മെല്ലുള്ളതും വരുന്നുണ്ട്, സ്മെല്ല് കുറവിന്റെ റേറ്റ് കുറവിന്റെയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞൊരു ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടോ, അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ ഒരു കസ്റ്റമർ ആണ്, ഇപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാണ് കേട്ടോ. അപ്പൊ ആള് നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പ് ബേസ് ഒന്നും മേടിച്ചിട്ടില്ല. ആൾ ഓൺലൈനിൽ നിന്ന് സോപ്പ് ബേസ് മേടിച്ചു സോപ്പ് ഉണ്ടാക്കി. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് സോപ്പ് ഉണ്ടാക്കിയത്. പക്ഷെ സോപ്പ് ഉണ്ടാക്കിയപ്പോ സോപ്പിന് തീരെ കട്ടിയുമില്ല, പതയുമില്ല, അത് കളയേണ്ടി വന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ നോക്കിയിട്ടാണ് ചെയ്തത്, പക്ഷെ എന്താണ് ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചു. ലാസ്റ്റ് ആണ് ഞാൻ ചോദിച്ചത്, മാഡം നമ്മുടെ കയ്യിൽ നിന്നാണോ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് ചോദിച്ചപ്പോ പറയാ, അല്ല ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. പക്ഷെ അങ്ങനെ മേടിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പല ടൈപ്പ് മെറ്റീരിയൽസ് ആണ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ മെറ്റീരിയൽസ് എങ്ങനത്തെയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ആള് ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു കേട്ടോ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ മെറ്റീരിയൽസിന് അങ്ങനെ ഒരു കംപ്ലൈന്റ് വരാനുള്ള സാഹചര്യം വളരെ കുറവാണ്. പക്ഷെ ഞാൻ ആകെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാ. പക്ഷെ ഞാൻ പിന്നീട് ചോദിച്ചപ്പോഴാണ്
ആ കസ്റ്റമർ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നല്ല മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സോപ്പ് മേക്കിങ്ങിന്റെ കിറ്റ് മേടിക്കോ എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഒന്ന് പറയൂ എന്ന് പറഞ്ഞു കേട്ടോ. ആള് മേടിക്കുകയും ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു. നമുക്കതിന് ഫോട്ടോസ് അയച്ചു തന്നു. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ നമ്മുടെ സോപ്പ് മേക്കിംഗ് കിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഒരു രസകരമായ സംഭവം നമുക്ക് ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ലൈസൻസിന്റെ കാര്യം. സോപ്പൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ ലൈസൻസ് വേണമെന്നുള്ളത്. അപ്പൊ ലൈസൻസ് വേണം കേട്ടോ. ലൈസൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് പുറത്തോട്ട് സോപ്പ് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മെയിൻ ആയിട്ട് വേണ്ടത് കോസ്മെറ്റിക് ലൈസൻസ് ആണ് കേട്ടോ. എല്ലാവരോട് പരാതിയാണ്, സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ റേറ്റ് പറയുമ്പോൾ കസ്റ്റമറിന് ആ റേറ്റിന് മേടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്നുള്ളത്. അപ്പൊ അവര് മെയിൻ ആയിട്ട് പറയുന്നതാണെന്ന് 10 രൂപയ്ക്കും 20 രൂപയ്ക്കും സോപ്പ് കിട്ടാനുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലത്തെ സോപ്പിന് എന്താണ് ഇത്ര റേറ്റ് വരുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ആണെങ്കിലും ഫ്രാഗ്രൻസുകളാണെങ്കിലും അതിൽ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾ ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ, ആൽമണ്ട് ഓയിൽ എല്ലാം നല്ല നമ്മുടെ സ്കിന്നിന് അത്രയും നല്ല ഐറ്റംസ് ആണ്. നമ്മൾ സോപ്പ് മേക്കിങ്ങിന്റെ കിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് കൊടുക്കുക. വൈറ്റമിൻ ഇ, വെജിറ്റബിൾ ഗ്ലിസറിൻ എല്ലാ ഐറ്റംസും അതിലുണ്ടാവും കേട്ടോ. അപ്പൊ അത്രയും ഐറ്റംസ് നമ്മൾ ചെലവാക്കി ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 10-20 രൂപയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. 10-20 രൂപയ്ക്ക് മേടിക്കുന്ന സോപ്പിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. നമ്മുടെ സോപ്പ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് ആ സോപ്പ് തന്നെ വേണമെന്ന് നിർബന്ധം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോപ്പിന്റെ ക്വാളിറ്റി ആണ് കേട്ടോ. അപ്പൊ ഒരു തവണ യൂസ് ചെയ്തിട്ട് പിന്നെയും മേടിക്കുന്നത് ആ സോപ്പിന്റെ ക്വാളിറ്റി നല്ലതായതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും കസ്റ്റമേഴ്സിനോട് പറയുക, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഐറ്റംസ് ആണ്, അതുകൊണ്ടാണ് ഇത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. സോപ്പിന് കൂടുതൽ സെയിൽ ഉണ്ടാവാനായിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ 2-3 പേര്. അപ്പൊ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കാം. ഇപ്പൊ നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാത്തിലും നമ്മൾ സ്റ്റാറ്റസ് വെക്കുക. അതിന് നല്ല അടിപൊളി സോങ്ങോ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പ്രസന്റ് ചെയ്യാൻ. ഇപ്പൊ സോപ്പാണെങ്കിലും നമ്മൾ മേക്ക് ചെയ്യുന്ന എന്തായിട്ടാണെങ്കിലും പ്രസന്റേഷൻ ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് അത് വാങ്ങിക്കാനുള്ള ഒരു എന്താ പറയാ ടെൻഡൻസി വരിക. അപ്പൊ നിങ്ങൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ സോപ്പിനെ മാറ്റി തീർക്കണം. ഇപ്പൊ നമ്മളൊരു സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ ആ ഒരു നമുക്ക് കണ്ടറിയാലോ അത് വാങ്ങിക്കായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെക്കാനായിട്ട്. അത് നമുക്ക് ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പിലൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. 10 പേര് സ്റ്റാറ്റസ് കണ്ടു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ 10 പേരും മേടിക്കില്ലായിരിക്കും. അതൊരു 10 ദിവസം നമ്മൾ ഇട്ടാലാണ് 1 പേരോ 2 പേരെങ്കിലും മേടിക്കുള്ളൂ. അവര് മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുള്ളൂ, അവരതിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട്. അത് നിങ്ങളിപ്പോ 10 ദിവസം നമുക്ക് സെയിൽ ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പൊ ഒരു 10 ദിവസം ചെയ്തിട്ട് നിങ്ങളത് നിർത്തി വെക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെയിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിപ്പോ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെയിലും ഉണ്ടാവും, നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ വരുമാനവും കിട്ടും കേട്ടോ. ഇപ്പൊ നമുക്ക് സോപ്പ് മേക്കിങ്ങും അതുപോലെ തന്നെ ഷാമ്പു മേക്കിങ്ങും ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ആദ്യം സെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് സെയിലൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് സെയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള അളവ് പറഞ്ഞു തരുമെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 1 kg സോപ്പ് ബേസിലേക്ക് ആണെങ്കിൽ നമ്മൾ സ്മെൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 20 ml ആണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു 5 ml ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ ഒരു 5 ml ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണെങ്കിൽ ഒരു 4 ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിൽ ആണെങ്കിൽ നമുക്കൊരു 6 തുള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് കളർ ആണെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാക്ട് ആണെങ്കിൽ ഒരു 10 ml ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്ര ഐറ്റംസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 50 ml ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നമുക്കൊരു 5 ml പ്രിസർവേറ്റീവ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് 1 kg മെഷർമെന്റ് വരുന്നത്. പൗഡറൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10 ഗ്രാം വരെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആണെങ്കിലും 10 ഗ്രാം വരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരുടെ ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ സോപ്പിന് നിങ്ങൾ ആദ്യം തന്നെ ബോക്സോ അല്ലെങ്കിൽ വേറെ ഐറ്റംസ് ഒന്നും ചെയ്യണ്ട. നമ്മൾ ആദ്യം ക്ലീൻ ഫിലിമിൽ കവർ ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറന്റ് കവറിലേക്ക് ആക്കി മാറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ.
അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ കൊടുക്കുന്ന റേറ്റിനെക്കാട്ടും കുറച്ചുകൂടെ കൂട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ. ചോദിക്കാറുണ്ട്, നമ്മൾ പല ടൈപ്പ് സോപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഓരോ സോപ്പിന്റെയും ഫ്രാഗ്രൻസ് ഓയിൽ ഏതാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രാഗ്രൻസ് ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോപ്പുകൾ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ ഏത് സോപ്പിന് ഏത് ഫ്രാഗ്രൻസ് ആണ് കൊടുത്തു ആ ഫ്രാഗ്രൻസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ പല സമയത്ത് ഉണ്ടാക്കുമ്പോൾ പല സ്മെല്ലുകൾ കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ടാവും ആ സ്മെല്ല് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. പിന്നീട് നമ്മൾ അതിൽ വേറെ സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാവുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഓരോരോ സോപ്പിന് ഓരോരോ സ്മെല്ല് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റില് നമ്മുടെ സോപ്പിൽ നിന്ന് ഗ്ലിസറിൻ പൊന്തി വരുന്ന ഒരു ഇഷ്യൂ വരാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഈ തണുപ്പ് സമയങ്ങളിൽ വരുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ഈ ടൈമിലൊന്ന് ശ്രദ്ധിച്ച് സോപ്പുകളൊക്കെ നമ്മൾ മോൾഡിൽ നിന്ന് എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ബബിൾസ് വരുന്ന ഇഷ്യൂ വരും കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ സോപ്പിന്റെ മുകളിൽ ഇങ്ങനെ ബബിൾസ് വരുന്നത് മാറാനായിട്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് നമ്മൾ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ സോപ്പിന്റെ പുറം ഭാഗം. ചിലപ്പോൾ അങ്ങനെ ബബിൾസ് ആയിട്ട് ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ നമ്മൾ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും നമുക്ക് വരുന്നില്ല കേട്ടോ. അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ എപ്പോഴും 100 ഗ്രാമിന്റെ സോപ്പ് മോൾഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വലുപ്പത്തിലൊക്കെ സോപ്പുകൾ കിട്ടും. പിന്നെ ചിലർക്ക് ചിലപ്പോൾ സാമ്പിൾ സോപ്പുകളൊക്കെ വേണം വെച്ചെങ്കിൽ നിങ്ങൾ സാമ്പിൾ ആയിട്ട് ചെറിയ 20 ഗ്രാമിന്റെ ഒക്കെ മോൾഡിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് കൂടുതൽ സെയിൽ വരുന്നത് 100 ഗ്രാമിന്റെ സോപ്പുകളാണ് കേട്ടോ. സോപ്പുകളുടെ റേറ്റുകളെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സോപ്പിനും ഓരോ റേറ്റ് ആണ് കേട്ടോ വരിക. നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ് 70 രൂപ തൊട്ടിട്ടാണ് സോപ്പുകള്. 60ന്റെ ഒക്കെ കുറവാണ് കേട്ടോ. നമുക്ക് 70 രൂപ തൊട്ടിട്ടാണ് എല്ലാ സോപ്പുകളും വരുന്നത്. അത് ഓരോ സോപ്പിനനുസരിച്ച് റേറ്റില് കൂടുതൽ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നമുക്ക് ഗോട്ട് മിൽക്ക്, ഡോങ്കി മിൽക്ക്, ഷിയ ബട്ടർ, ബേബി സോപ്പ് അതിനൊക്കെ റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ഏതെല്ലാം തരം കിറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലീനിങ് പ്രോഡക്റ്റിന്റെ കിറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഷാംപൂ, ഫേസ് വാഷ്, ലിപ് ബാം, അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിന്റെ തന്നെ ഒരു 22ഓളം കിറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം സോപ്പ് ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വാരടിയത്താണ്. നമ്മുടെ സ്റ്റാഫ് അവൈലബിൾ ആയിട്ടുള്ളത് 10 മണി തൊട്ടിട്ട് 6:30 വരെയാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റാഫുകളായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. കിറ്റുകളെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സൺഡേ നമുക്ക് ഓഫ് ആയിരിക്കും, സൺഡേ വിളിച്ചാൽ കിട്ടില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള ടൈമിലൊക്കെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.